ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചതിന് താങ്ക് യു. താങ്ക്സ് ടു കിൻഡർ ഹോസ്പിറ്റൽ ആൻഡ് താങ്ക് യു സർ ചെയർമാൻ. ഇതൊരു വലിയൊരു ഓണറായിട്ട് ഞാൻ കണക്കാക്കുന്നു. സോ താങ്ക് യു ടു ഓൾ ഓഫ് യു ഫോർ ബീയിങ് ഹിയർ. അതാ പറഞ്ഞത്, ഇതൊരു സ്പെസിഫിക് ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ എന്നുള്ളത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു മാഡം ഈ ഒരു ഏറ്റവും നല്ല കോംപ്ലിമെന്റ് കോവർക്കറായിട്ടുള്ള വിശാല കഴിഞ്ഞ ദിവസം പറഞ്ഞു. അമ്മയോട് ആരും മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു. അമ്മയുടെ അപ്പ തന്നെ പൊട്ടിച്ചു. ഞാൻ പറയുന്നത് അതാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ മാഡം ആ ഒരു സബ്ജക്റ്റിൽ നമ്മളത് പറഞ്ഞിരുന്നു. ആളുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നത്. അതുകൊണ്ട് റിക്വസ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. സൂൺ നമുക്ക് കാണാൻ. ഞാനും ഷോക്ക്ഡ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ, നിങ്ങളെല്ലാവരും പോലെ തന്നെ. ആൻഡ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നതും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. ബട്ട് ഐ ഹോപ്പ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ഇതൊരു ബസ്സായി വന്ന് ഭയങ്കര ന്യൂസായി വന്ന് അത് ഹൈഡ് ആകാതെ അല്ലെങ്കിൽ അതിന് വേണ്ട ഡ്യൂ ഇമ്പോർട്ടൻസ് അതിന് കിട്ടണം. ആൻഡ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം, ലീഗൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഐ കൻ സേ റൈറ്റ് നൗ. യെസ്, ഓഫ് കോഴ്സ്. കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരുപാട് there was a strong women group, women in collective അത്ര സ്ട്രോങ് ആയിട്ട് അവർ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അത് അവരുടെ ഹാർഡ് വർക്ക് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോർട്ടും എല്ലാവരും ഹെൽപ്പ് കൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ലീഗൽ സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. സ്ത്രീകൾ വരണം. എല്ലായിടത്തും 50% ആണല്ലോ വരേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരേണ്ടത്. അതായിരിക്കും ഇതിന്റെ ഫൈനൽ ഒരു റെസൊല്യൂഷൻ. ഇനി മുന്നോട്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ തന്നെ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെയുള്ള സംഘടനകളിലും മുൻതലത്തിൽ ഉണ്ടാകണമെന്നാണ് ഞാനും പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഈ വാട്ടർ ബർത്തിങ് സെന്റർ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം. കിൻഡർ ഹോസ്പിറ്റലായിരുന്നു എന്റെയും ഡെലിവറി. ആക്ച്വലി ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടെ ജനിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി കെയർ, അത് കഴിഞ്ഞുള്ള ഡെലിവറി, എന്റെ പോസ്റ്റ്മോർട്ടം ഫേസ്, ഐ എം സ്റ്റിൽ ഗോയിങ് ത്രൂ ഇറ്റ്. സോ അപ്പം അതിലെല്ലാം കിൻഡർ ഹോസ്പിറ്റലിന്റെ സപ്പോർട്ട് വളരെ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല, ഐ എം ഷുവർ ഇവിടെ വരുന്ന ഓരോ മദേഴ്സിനും കിൻഡർ ഹോസ്പിറ്റൽ ഒരു ഫാമിലി പോലെയാണ്. വി ഓൾ നോ അബൌട്ട് അവരുടെ എല്ലാ വർഷവും അവർ നടത്തുന്ന ഫാഷൻ ഷോ, അതുപോലെ പല പല ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഇവന്റ്സ്. They keep it happening for all the pregnant women. So a hospital that encourages pregnancy and celebrate pregnancy, അതാണ് കിൻഡർ ഹോസ്പിറ്റൽ. ആൻഡ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്തിരുന്നത് വാട്ടർ ബർത്ത് ആണ്. ഞാൻ അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു. പക്ഷെ ഞാൻ നാച്ചുറൽ ബർത്തിങ് സെന്റേഴ്സിലെല്ലാം പോയപ്പം അവിടെ NICU ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കതൊരു കുറച്ച് എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു NIC ഇല്ലാത്തത് കൊണ്ട്. അപ്പം ഒരു ഹോസ്പിറ്റലിൽ വാട്ടർ ബർത്തിങ് സെന്റർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ടൈം ആണ്. അപ്പം എല്ലാ മദേഴ്സും മദർ ടു ബി ഈ ഒരു ഫെസിലിറ്റി അതിന്റെ ബെസ്റ്റോട് കൂടി തന്നെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നു.